അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മരണം ഈ ലോകത്ത് വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും നിരീശ്വരവാദിക്കും അങ്ങനെ തുടങ്ങി ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഒരാളും അനുഭവിക്കുമെന്ന് ഉറപ്പുള്ള, ലോകത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഏക കാര്യം മരണം. ഈ ഒരു പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഷംസുദ്ദീൻ മുബാറക് മരണപര്യന്തം റൂഹിന്റെ നാൾമൊഴികൾ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്. ഈ ബുക്ക് മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബാക്കി ഏത് പുസ്തകങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും, അതൊരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ ഒരു കൂട്ടത്തെയോ അവരുടെ കഥകൾ പറഞ്ഞുകൊണ്ട് അതിങ്ങനെ നീണ്ടുപോവുകയും മരണത്തിൽ വെച്ച് അവസാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ മരണത്തിൽ നിന്ന് തുടങ്ങിക്കൊണ്ടാണ് ഷംസുദ്ദീൻ മുബാറക് ഒരു നോവൽ രചിച്ചിട്ടുള്ളത്. അതോടുകൂടി തന്നെ മറ്റൊരു കാര്യം, ഒരു കഥ അത് ഒരു പ്രത്യേക വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ മാത്രമാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അവനിക്ക് മനസ്സിലാക്കാവുന്ന, കാരണം തങ്ങളും മരിക്കും, തങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു കാര്യം നടക്കുമെന്ന് ഇതിലെ കഥാപാത്രമായി മാറും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു ബുക്ക് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈ ബുക്കിനെ പ്രത്യേകിച്ചാൽ ഇത് അനുഭവം ഇല്ലാത്ത ലോകത്തെ കുറിച്ചാണ്, മനുഷ്യർക്ക് അനുഭവം ഇല്ലാത്ത ലോകത്തെ കുറിച്ചാണല്ലോ ഈ ബുക്കിനെ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം ഉണ്ടാവും, ഇതെങ്ങനെ മൂപ്പര് എഴുതി എന്നുള്ളത്. അനുഭവമില്ലാത്ത കാര്യം എന്തെങ്കിലും ഒരു റെഫറൻസ് ആണല്ലോ. അപ്പോൾ മൂപ്പര് പറയുന്നുണ്ട്, ഇത് ഞാൻ എഴുതിയത് എന്താണ്, തീർത്തും ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്, ഒരു ആശയത്തോടാണ് ഈ ബുക്കിനെ കടന്നു പോകുന്നത്, ഇസ്ലാമിക ജീവിതത്തോടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളായ ഈ തഫ്സീർ, ഖുർആൻ, ഹദീസ്, മറ്റ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് മൂപ്പര് ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നത്, അല്ലാതെ മൂപ്പര് ഇത് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണെന്ത്, ഈ ബുക്ക് മൂപ്പര് പറയുന്നുണ്ട്, യുണീക്കായിട്ടുള്ളൊരു വിഷയം എനിക്ക് വേണം. കാരണം ബാക്കിയുള്ള ആൾക്കാർ എല്ലാ വിഷയത്തിനെ കുറിച്ച് എഴുതുമ്പോൾ യുണീക്കായിട്ടൊരു സംഭവം എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബുക്ക് അദ്ദേഹം എഴുതുന്നത്. പിന്നെ ഈ രചയിതാവ് വളരെ ബുദ്ധിപരമായ മറ്റൊരു നീക്കം നടത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ തൻ്റെ കഥാപാത്രം, അതായത് ബഷീർ എന്ന് പറഞ്ഞ തൻ്റെ ഒരു കഥാപാത്രത്തെ ആദ്യം ഒരു മോശം വ്യക്തിയായി ചിത്രീകരിച്ചു. എന്നിട്ട് ഫസ്റ്റ് അവനെ ഖബറിലേക്ക് എത്തുകയും പിന്നീട് ഖബറിൽ അവൻ്റെ കുടുംബ യാതനകളും പിന്നീട് മാഷറിലെ ഒരു മോശം വ്യക്തി അനുഭവിക്കപ്പെടുന്ന പ്രയാസങ്ങളെല്ലാം വളരെ കൃത്യമായി ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ അവനെ മാഷറിൽ നിന്നും നരകത്തിലേക്ക് എത്തുകയും നരകത്തിലെ ഭയാനകതയും ഭീകരതയും എല്ലാം ഇതിൽ അതെ വളരെ വ്യക്തമായി ചിത്രീകരിക്കുന്നുണ്ട്. പിന്നെ ശേഷം അവനെ സ്വർഗത്തിലെത്തുകയാണ്. ഇങ്ങനെ അവനെ സ്വർഗത്തിൽ നേരെ മറിച്ച്, അതായത് ഇവനെ ഫസ്റ്റ് തന്നെ ഒരു നല്ല വ്യക്തിയെ ചിത്രീകരിച്ച് ആദ്യം ഡയറക്റ്റ് ആയിട്ട് നല്ല വ്യക്തിയായിട്ട് മാഷറിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നരകം എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ അവിടെ ക്ലോസ് ആയി കിടക്കുമായിരുന്നു. പക്ഷെ ഇവിടെ കാട്ടി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഒരു ചീത്ത വ്യക്തിയായി ചിത്രീകരിച്ചിട്ട് ഫസ്റ്റ് ഖബറിലെ ഭീകരത, അതിനുശേഷം മാഷറിൽ അനുഭവിക്കപ്പെടുന്നത്, അതിനുശേഷം നരകത്തിലെ ഭീകരത, ഇതെല്ലാം കൊടുത്തിട്ട് ലാസ്റ്റാണ് സ്വർഗത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വായനക്കാർക്ക് ഇതിലെ ഓരോ സ്ഥലത്തും അനുഭവപ്പെടുന്ന പ്രയാസങ്ങളെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ബഷീർ എന്ന കഥാപാത്രത്തിലൂടെ വിവരിക്കുന്നുണ്ട്. അതായത് അവിടെ നല്ല ആളാണെന്നുണ്ടെങ്കിൽ നരകത്തെ കുറിച്ചൊന്നുമില്ല, വായനക്കാർക്ക് വായിക്കാനുള്ളൊരു സാധ്യതയില്ല, ഒരു ഇട വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ മൂപ്പര് എന്ത് ചെയ്ത് അയാളെ ആദ്യം നല്ലൊരു വ്യക്തിയാക്കാതെ ചീത്ത വ്യക്തിയാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും, ഒരു മുസ്ലിം വിശ്വസിക്കുന്ന മരിച്ചതിന് ശേഷം നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതേ പാതയിൽ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് വന്നാണ് പോയിട്ടുള്ളത്. അതോടൊപ്പം പിന്നെ ഖബറിലെത്തുമ്പോൾ ബഷീർ ഖബറിൽ കിടക്കുമ്പോഴുള്ള കഥ പറയുന്നുണ്ട്. ഖബറിൽ വെച്ച് ഭൂമി ബഷീറിനോട് കഥ പറയുന്നുണ്ട്, ഞാൻ ഈ ഖബർ എന്തുകൊണ്ടാണ് മനുഷ്യനെ മരിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭൂമി അറിയുന്നുണ്ട്, അള്ളാഹു ആദമിനെ പടച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാതെ ഭൂമിയുടെ അനുവാദം ഇല്ലാതെ മണ്ണെടുത്തു. അപ്പോൾ ഭൂമി അള്ളാഹുവിനോട് പരിഭവം പറഞ്ഞു, എൻ്റെ ദേഹത്ത് നിന്ന് മണ്ണെടുത്തത് പരിഭവം പറഞ്ഞു. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഈ മണ്ണ് നിന്നിലേക്ക് തന്നെ തിരിച്ചെത്തും, ഈ മണ്ണ് ഞാൻ എവിടെ നിന്ന് എടുത്തോ അവിടേക്ക് തന്നെ തിരിച്ചെത്തും. ഈ ഒരു സംഭവമാണ് മരണമായി ബഷീർ കൂട്ടിയോജിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഖബറിൽ ഭീകരതകളും യാതനകളും പറയുന്നതോടൊപ്പം തന്നെ ബഷീറിൻ്റെ വല്ലുപ്പയും ബഷീറിനെ കാണാൻ വരുന്നുണ്ട്. ബഷീറിനെ കാണാൻ വരുമ്പോൾ ഇവർ വല്ലുമ്മ ചോദിക്കുന്നുണ്ട്, എവിടെ എൻ്റെ മുംതാസിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ മുംതാസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കോഴിയാണ്. കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലുമ്മ തൻ്റെ പെൺമക്കളില്ലാത്തൊരു വിഷമത്തിൽ മുംതാസ് എന്ന് പേരിട്ട് വളർത്തിയ കോഴി. ഈ കോഴിൻ്റെ കഥ വല്ലുമ്മ ആദ്യം പേരക്കുട്ടി മരിച്ചു കിടക്കണേണ് വന്നിട്ട് നേരെ ചോദിക്കുന്നത്, എവിടെ എൻ്റെ മുംതാസ്, നിന്റെ വിശേഷം ഒന്നല്ല ചോദിക്കുന്നത്, എവിടെ എൻ്റെ മുംതാസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബഷീർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, കഴിഞ്ഞ വല്ലുമ്മ മരിച്ചതിൻ്റെ തൊട്ട് പിറ്റേ പെരുന്നാൾ ഈ മുംതാസിൻ്റെ അടുത്ത് ബിരിയാണിയാക്കിയ കഥ ഇത്രയും ഒരു ഭീകരതയിനിടയിലും വായനക്കാർക്കൊരു ഹാസ്യ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഈ നമ്മൾ മനുഷ്യന്മാർക്ക് എന്താണ് മരിച്ചതിന് ശേഷം രണ്ട് റൂട്ടുണ്ടാവുക, ഒന്നുകിൽ നല്ല റൂട്ട് അല്ലെങ്കിൽ ചീത്ത റൂട്ട്. ഇത് അയാൾ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് കാരണം ഈ ബഷീർ എന്ത് ചെയ്യുക, അങ്ങനെ ഖബറിൽ കിടക്കുന്ന സമയത്ത് മുമ്പ് അലവാസിയെ കുറിച്ച് പറയുന്നുണ്ട്. സൈനു ബഷീർ ഒരു മോശപ്പെട്ട ഒരു രൂപത്തിൽ മരിച്ച്, അതോടൊപ്പം തന്നെ ഖബറിൽ എന്താ ചെയ്യുക, ബഷീറിനെ ഒരു വിരൂപിയായ ഒരു മനുഷ്യനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചെയ്ത ബഷീർ ചെയ്ത തെറ്റുകളാണ്.
അതേപോലെ ഈ അയൽവാസി സൈനുവിൻ്റെ ഒപ്പം ഉണ്ട് ഒരു നല്ലൊരു വേറെ ആൾ നടക്കുന്നുണ്ട്. അതെന്താ ഈ സൈനുവിൻ്റെ ഒരു നല്ല പ്രവർത്തനങ്ങൾ കൊടുക്കുന്ന ഒരു മനുഷ്യരൂപമാണ്. ഇവിടെ ഈ കഥാകൃത്ത് വെച്ചാൽ ഒരു മനുഷ്യൻ 2 റൂട്ടുണ്ട്. അതായത് നല്ലതാൾക്ക് ഇന്ന രൂപത്തിലാണ്, അല്ലെ മോശപ്പെട്ട ആൾക്ക് എന്ത് ചെയ്യുക ഇന്ന രൂപത്തിലാണ് എന്നുള്ള ഒരു 2 റൂട്ടിന് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഖബർ ജീവിതത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ പിന്നീട് ഇതിൽ പറയുന്ന മറ്റൊരു വ്യത്യസ്തമായിരുന്നു പറഞ്ഞതിൽ സിദ്റത്തുൽ മുൻതഹനെ വിവരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു മനുഷ്യന്റെ അതേ ജീവിതം ഒരു ഇലക്കുമുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ തന്നെ അവന്റെ പേര് സിദ്റത്തുൽ മുൻതഹയിലെ ആന ചെവി പോലുള്ള ഇലയിൽ എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും അസ്രായിൽ വന്ന് അത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ തുടർന്നുള്ള ജീവിതം മൊത്തം ആ ഒരു ഇലയിലൂടെ സാധ്യമാവുകയാണ്. അത് ഇല പഴുക്കുന്നതിനനുസരിച്ചിട്ട് മനുഷ്യന്റെ ആയുസ് കൂടാണ്. അപ്പോൾ ഇല പഴുത്ത് കൊഴിയാറാവണ നേരത്ത് അപ്പോഴാണ് അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുന്നത്. അതെല്ലാം ഒരു വ്യത്യസ്തമായ കാര്യം പറയുമ്പോൾ ഈ ഭൂമി എല്ലാം അവസാനിച്ച് ലാസ്റ്റ് അസ്രായേൽ മാത്രം ബാക്കിയാണ്. കാരണം അസ്രായേൽ എല്ലാവരും റൂഹ് പിടിച്ച് ഭൂമി അവസാനിക്കാൻ നിൽക്കുകയാണ്, അസ്രായേൽ മാത്രം ബാക്കിയാണ്. അപ്പോൾ അള്ളാഹു അസ്രായേലിനെ റൂഹ് പിടിക്കുന്നു, വേറെ ആരും ഇല്ല. അപ്പോൾ അള്ളാഹു അസ്രായേലിനെ റൂഹ് പിടിക്കുമ്പോൾ അസ്രായേൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ റൂഹ് പിടിക്കുമ്പോൾ ഇത്രത്തോളം വേദന ഉണ്ടായിരുന്നെങ്കിൽ ഈ കാണുന്ന മനുഷ്യന്മാരുടെ ഒന്നും റൂഹിനെ ഞാൻ പിടിക്കില്ലായിരുന്നു. കാരണം അത്രത്തോളം ഒരു ഭയാനകരമായ ഒരു വേദനയാണ് അസ്രായേൽ ഇതിലൂടെ അനുഭവിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ ഈ ഇല ഒരു മനുഷ്യന്റെ ജീവിതം മുതൽ അള്ളാഹു അമ്പത്തക്കും മിനൽ നെബാത്ത, ഭൂമിയിൽ ഞാൻ നിങ്ങൾ ഒരു മുളപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം ഒരു ഇലയുമായി രൂപീകരിച്ചിട്ടുണ്ട്. ഒരു ഇല മറ്റേ പൂവിടുന്നു, തളിർക്കുന്നു, കായ്ക്കുന്നു, അങ്ങനെ ഒരു ഇല ഒരു വൃക്ഷത്തെ പോലെയാണ് അള്ളാഹു ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാലേ നമുക്കിപ്പോൾ ഇത് വായനക്കാരെന്താ പിടിച്ചിരുത്തി വായിപ്പിക്കുന്ന സാധനമാണ്. അപ്പോൾ ഒരു ഭാഷ അത്രക്കും വ്യത്യസ്തമായ സാധനമാണ്. പക്ഷേ ഇവിടെ ഒരു ഇസ്ലാമിക പുസ്തകം ആയതുകൊണ്ട് തന്നെ ഇതൊരു അനുഭവിക്കാത്തൊരു ലോകത്തേക്കുള്ള പറഞ്ഞല്ലോ. ഇത് വായിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യോ അയാൾ കഥാകൃത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നോവലിസ്റ്റ് ഉണ്ട്, ഖബർ എങ്ങനെയാണ്, അല്ലെങ്കിൽ മഹ്ശർ എങ്ങനെയാണ്, സ്വർഗം എങ്ങനെയാണ്, നരകം എങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇസ്ലാമിക് ബേസ് ചെയ്തിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നരകത്തിന്റെ രൂപം എങ്ങനെ ഇരിക്കാരം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക സ്വർഗം എങ്ങനെ ഇരിക്കാരോ, മഹ്ശർ എങ്ങനെ ഇരിക്കാരം, ഖബർ എങ്ങനെ ഇരിക്കാരം, അത് ശരിക്കും ഒരു നെഗറ്റീവ് വശമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ശിക്ഷന്റെ രൂപം പറയുന്നുണ്ട് വെച്ചാല് അള്ള പറയുന്നുണ്ട്, അള്ള പറയുന്നത് മൂപ്പര് പറയണേ നേരെ ജീവിതത്തിൽ എന്ത് ചെയ്യാ നന്മയുടെ ഒരു അംശം പോലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം സ്വർഗത്ത് കടക്കുന്നതാണ്. ഇതെന്താണ് ഒരാൾ ചിന്തിക്കണേ, ഒരു നന്മന്റെ ഒരു അംശം മതില്ലോ സ്വർഗത്ത് കടക്കാനേ എന്നുള്ളൊരു നെഗറ്റീവ് ചിന്ത. ഒരു വായനയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു അവിശ്വാസിയാണ് അല്ലെങ്കിൽ മുസ്ലിം തന്നെ വായിച്ചാൽ തന്നെ ലാസ്റ്റ് ബഷീറിന്റെ കഥ, ബഷീർ ഇത്രത്തോളം ബഷീർ ചെയ്ത് തെറ്റ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ബഷീർ പണ്ട് ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോൾ ശമ്പളം കുറവാണ്. അങ്ങനെ ബഷീർ ഒരു പ്രത്യേക ഗോത്രക്കാരനെ കവറടക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരാൾ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണാണ്. ജോലിക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഇവരൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണുങ്ങളൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആഭരണത്തോടുകൂടി തന്നെ കവറടക്കും. അങ്ങനെ ആ കിട്ടിയ ജോലിയിൽ ബഷീർ എന്ത് ചെയ്യും, ആ തുരന്നുകൊണ്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യും, ആഭരണങ്ങൾ എടുക്കും. ഈ ആഭരണം എന്ന് ബഷീറിന്റെ ആദ്യത്തെ ലക്ഷ്യം. പക്ഷെ ആഭരണം എടുത്ത് അറേബ്യൻ പെണ്ണുങ്ങളാണ്, നല്ല സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, നെക്രോഫീലിയ എന്നൊരു വലിയൊരു അബദ്ധത്തിലേക്ക് ബഷീർ ചാടുകയാണ്. എന്ന് പറഞ്ഞാൽ ശവഭോഗം, ഈ കാണുന്ന ശവങ്ങളെ ഭോഗിക്കുകയാണ്. ഇത്രത്തോളം ഒരു വലിയ ഭീമത്സമായ തെറ്റാണ് ബഷീർ ഇത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബഷീർ ഇങ്ങനെ പറയുന്നുണ്ട്, മരിക്കാൻ നേരത്ത് ഇങ്ങനെ ആകാശത്ത് നിന്ന് കറുത്തിരുണ്ടവരായ മാലാകല്ല കറുത്തിരുണ്ടവരായ ഒരു രൂപങ്ങൾ എൻ്റെ അടുത്തോട്ട് ഇറങ്ങി വന്നു എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട്. അവരത് എന്ത് ഒരു നന്മ മതി എന്നുള്ളതാണ്. ബഷീർ എന്തിനാ തിന്മ ചെയ്ത ആളാണ്, അയാളെ സ്വർഗത്ത് പോയി. ഞാൻ ഇടയ്ക്ക് പറയണേ ജീവിതത്തിൽ ഒരു നന്മയുള്ള ആളെന്ത് ചെയ്യും സ്വർഗത്ത് കടക്കും എന്നുള്ളത്. ആ സമയത്ത് വേറൊരു പ്രതീക്ഷ കൂടി ഉണ്ട്. ഒരു നന്മ ചെയ്താലും ഒരു തെറ്റ് ചെയ്താലും നന്മ ഉണ്ടല്ലോ എന്നുള്ളവർക്ക് എന്ത് ചെയ്യാ ഒരു പ്രതീക്ഷയും കൂടിയാണ്. അത് വേറെ ഇതും കൂടെ ഉണ്ട് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്താണ് ഇസ്ലാമിക്ക് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നേരിടുന്നൊരു ആരോപണമുണ്ട്. ഇസ്ലാമിക് സ്ത്രീകൾക്ക് എന്തില്ല ഒരു സ്വാതന്ത്ര്യമില്ല, അവരെ അടച്ചിട്ടാണ് മൂടുപടം ധരിക്കണം. അതൊക്കെ ഒരു നെഗറ്റീവ് ഒരു രണ്ടാം തരക്കാരായിട്ടുണ്ട് ഇസ്ലാം എന്തെങ്കിലും സ്ത്രീകളെ കാണിക്കുന്നുള്ളൊരു ഇതുള്ളതാണ്. പക്ഷെ നേരെ സംബന്ധിച്ച് ഇവിടെ വേറെ സാധനം വരുന്നുണ്ട്. അതായത് മഹ്ശറിൽ എത്തി നോക്കുമ്പോൾ നരകത്തിൽ നിന്ന് തൻ്റെ മകന് അജ്മൽ എന്താണ് കുറെ ശുപാർശയിലൂടെ വാപ്പാനി ഇമ്മാനി എന്താണ് നരകത്തിൽ നിന്ന് മോചിതരാക്കിയിട്ട് നരകത്തിൽ മോചിതരാക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ ഫസ്റ്റ് തൻ്റെ ഉമ്മാനെ മോചിതരാക്കി. അതിനുശേഷം ഇപ്പം പിന്നെ പുറത്തേക്ക് വന്ന ടൈമിൽ തൻ്റെ ഭാര്യയെ ആദ്യമായിട്ട് കാണണം. അപ്പോൾ കാണുമ്പോൾ എന്താണ് തൻ്റെ മേത്തുള്ള ദുർഗന്ധം പിന്നെ തൻ്റെ മേത്തുള്ള കരിപ്പാട് അതിനേക്കാളൊക്കെ ഒക്കെ എന്താണ് വളരെ കുറവായി. കാരണം ഉമ്മാനെ മേത്ത്
അതായത് സ്ത്രീകൾക്ക് എന്താ ചെയ്യാം, ഇവിടുന്ന് എന്ത് ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിനൊരു വരമായിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഒരു പ്രതീക്ഷയായിട്ട് അവർക്ക് എന്ത് ചെയ്യണ്ടേ, ആ ലോകത്ത് മരണത്തിന് ശേഷം എന്ത് ചെയ്യണ്ടേ, ഒരു അളവ് ഉണ്ട്. അവിടെ പുരുഷൻ അനുഭവിക്കണം അത്ര എന്ത് ചെയ്യണില്ല, സ്ത്രീകൾ എന്തെങ്കിലും അനുഭവിക്കുന്നില്ല. അതുപോലെ തന്നെ മരണാന്തര ജീവിതം എന്നതൊഴിച്ച് ഒരു അന്ത്യനാളിലും മനുഷ്യൻ അള്ളാഹു നൽകിയ അടയാളങ്ങൾ, യജൂജ് മാജൂജ്, പിന്നെ ദുൽഖർനൈൻ രാജാവിന്റെ ചരിത്രം, അങ്ങനെ എത്രത്തോളം വൈഡാക്കാവുന്ന ഒരു ഒരു മുസ്ലിം അല്ല, ഇതൊരു നോവലാണല്ലോ, ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവുള്ള നോവലാണ്. അപ്പോൾ മുസ്ലിങ്ങൾ മാത്രം വായിക്കുന്നതിലൂടെ ഒതുക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു, ഇത്തരം കാര്യങ്ങൾ വൈഡായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു നല്ലൊരു ഭാഷയിലൂടെ ചിത്രീകരിച്ചുകൊണ്ട് എല്ലാ മതക്കാർക്കും, എല്ലാ മുസ്ലിങ്ങളുടെ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ എല്ലാ മതക്കാർക്കും വായിക്കാം എന്നൊരു നല്ലൊരു ഭാഷാ രീതിയിലാണ് അദ്ദേഹം എത്തിച്ചിട്ടുള്ളത്. ഈ നോവൽ എല്ലാവരും വായിക്കാം, മുസ്ലിം എന്ന നിലയിൽ എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും വായിക്കുക. ഈ നോവൽ DC ബുക്സിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് 150 രൂപയേ ഉള്ളൂ ഈ ബുക്കിന്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.